നമസ്കാരം. നോജിൻ വരീക്കൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എൻ്റെ സഹോദരന്മാരെ സഹോദരിമാരെ എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന ടോപ്പിക്ക് ഒരുപക്ഷെ ഒത്തിരി പേർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് ഞാൻ പറയുന്നത്: നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ഒത്തിരി മതത്തിൻ്റെ പേരിൽ ഒത്തിരി വിവേചനങ്ങളുണ്ട്. ഹിന്ദുമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം, ബുദ്ധമതം, അങ്ങനെ പോകുന്നു. എന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് ലഭിച്ച മതം ഏതാണെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് അറിയില്ല. ക്രിസ്ത്യമതമാണെന്ന് ക്രിസ്ത്യമത വിശ്വാസികൾ പറയും, ഹിന്ദുമതമാണെന്ന് ഹിന്ദുമത വിശ്വാസികൾ പറയും. അതുപോലെ തന്നെ അങ്ങനെ പോകുന്നു. എന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് ലഭിച്ച വ്യക്തിയോ അല്ലെങ്കിൽ മതമോ ഏതെങ്കിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഉത്തരം നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ മതവും തമ്മിൽ ഒരു കണക്ഷനുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. ക്രിസ്തുമതത്തിലെ യേശു ജനിക്കുന്ന സമയം 3 രാജാക്കന്മാരെ വരുന്നതായിട്ട് നമുക്കറിയാവുന്നതാണ്. അതിൻ്റെ അകത്ത് ഒരു രാജാവ് ഏഷ്യയിൽ നിന്നും വരുന്നതാണെന്ന് പറയുന്നുണ്ട്, ഇന്ത്യയിൽ നിന്നാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ കാണുന്നത് ഹിന്ദുമതമാണ്, ഹിന്ദുസ്ഥാൻ എന്നൊക്കെയാണല്ലോ നമ്മൾ വിളിക്കുന്നത്. അപ്പം ഹിന്ദുമതത്തിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ണടച്ച് തള്ളിക്കളയാൻ പറ്റിയല്ല. അതുപോലെ തന്നെയാണ് ഓരോ മതത്തിലെ സ്വീകരിക്കേണ്ടതായ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി നമുക്ക് കേൾക്കാം. അങ്ങനെ ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഒരു മതത്തെ കണ്ണടച്ച് തള്ളിക്കളയാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഹിന്ദുമതത്തിന് അതിൻ്റെതായ ഒരു അർത്ഥമുണ്ട്, ക്രിസ്തുമതത്തിന് അർത്ഥമുണ്ട്. എല്ലാത്തിൻ്റെയും നന്മയിൽ നിന്നാണ്. ദൈവം എന്ന് പറയുന്നത് നന്മയാണ്. നന്മ തിരഞ്ഞെടുക്കുക, തിന്മയെ തള്ളിക്കളയുക. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ഒരു ലിങ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇനി മതത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പം എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി.